പ്രയാഗ്രാജിലെ മഹാകുംഭ പ്രദേശം പുതിയ ജില്ലയായി പ്രഖ്യാപിച്ച് ഉത്തർപ്രദേശ് സർക്കാർ. മഹാകുംഭമേള ജില്ല എന്ന പേരിലാണ് പുതിയ ജില്ല. മഹാകുംഭമേളയുടെ ഭരണപരമായ നടപടികൾ എളുപ്പത്തിലാക്കുന്നതിനാണ് നടപടി. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നു അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി. ബൽറാം, ഗുഡ് മോർണിംഗ്. അപ്പോൾ എന്താണ് ഇങ്ങനെ പുതിയൊരു ജില്ല പ്രഖ്യാപിച്ചതിലെ എന്താണ് പറയുക, അതിൻ്റെ മേന്മയായിട്ട് എന്താണ് അധികൃതർ നൽകുന്ന വിശദീകരണം? ഈ മഹാകുംഭമേള ജില്ല എന്ന രീതിയിലാണ് പേരും കൊടുത്തിരിക്കുന്നത്. ഈ ഭരണപരമായ നടപടികൾ എളുപ്പത്തിലാക്കും, അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഗുഡ് മോർണിംഗ് പ്രജിൻ ആൻഡ് ക്രിസ്റ്റീന. ഈ പ്രയാഗ്രാജിൽ മഹാകുംഭമേള 12 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന മഹാകുംഭമേള ഈ ജനുവരി 16 മുതൽ ഫെബ്രുവരി 26 വരെ നടക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കുംഭമേളയുടെ സുഖകരമായ നടത്തിപ്പിന് വേണ്ടിയാണ് പുതിയ ഒരു ജില്ല, ഈ കുംഭമേള നടക്കുന്ന സംഘം ഉൾപ്പെടുന്ന പ്രദേശത്തെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പുതിയ ജില്ല, മഹാകുംഭ ജില്ല എന്ന പേരിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഉത്തർപ്രദേശ് സർക്കാർ. ഇതിൻ്റെ പ്രധാനമായും എടുത്തു പറയുന്ന കാര്യം എന്നുള്ളത് മഹാകുംഭമേളയുടെ ഭരണപരമായ നടത്തിപ്പ് എളുപ്പമാക്കുന്നതിന് വേണ്ടിയാണ് ഇത് എന്നുള്ളതാണ്. നിലവിൽ ഈ ജില്ലാ ആസ്ഥാനം ഈ കുംഭമേള നടക്കുന്ന പ്രദേശത്തു നിന്നും അകലെയാണ്. ഒപ്പം തന്നെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്നും വിദേശത്തു നിന്നടക്കമുള്ള ലക്ഷക്കണക്കിന് തീർത്ഥാടകർ, സന്യാസിമാർ അടക്കമുള്ളവർ മഹാകുംഭമേളയ്ക്കായി ഈ സംഘം ഭൂമിയിൽ എത്തിച്ചേരും. ആ ഒരു ഘട്ടത്തിൽ ഇത്രത്തോളം കൂടുതൽ പേരെ കൈകാര്യം ചെയ്യുന്നതിൽ നിലവിലെ ജില്ലാ ഭരണകൂട സംവിധാനത്തിനുള്ള അപര്യാപ്തത അത് വലിയൊരു അളവ് വരെ പരിഹരിക്കാനും കൂടാതെ പ്രാദേശിക തലത്തിൽ തന്നെ ഉടൻ തന്നെ തീരുമാനങ്ങൾ എടുത്ത് നടപ്പാക്കാനും പുതിയ ജില്ല നിലവിൽ വരുന്നതോടുകൂടി കഴിയും എന്നാണ് ഉത്തർപ്രദേശ് സർക്കാരിൻ്റെ വിശദീകരണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഡെപ്യൂട്ടി കളക്ടർ തലത്തിലുള്ള നിലവിൽ ഈ മേഖലയുടെ അഡീഷണൽ ഡെപ്യൂട്ടി കളക്ടർ തലത്തിലുള്ള ഉദ്യോഗസ്ഥന് ജില്ലാ കളക്ടറുടെ അതേ പദവി നൽകിക്കൊണ്ടുള്ളതാണ് ഉത്തരവ്. അദ്ദേഹത്തിന് തന്നെ തീരുമാനങ്ങൾ നടപ്പാക്കാൻ ഇതിലൂടെ കഴിയും. ഈ തീർത്ഥാടകർക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ, സുരക്ഷാ സാഹചര്യങ്ങൾ, മറ്റ് കാര്യങ്ങൾ എല്ലാം തന്നെ ഈ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗമായി നിർവഹിക്കാൻ അദ്ദേഹത്തിന് കാര്യങ്ങൾ സുഗമമാക്കാൻ ഇതിലൂടെ കഴിയും എന്നാണ് ഉത്തർപ്രദേശ് സർക്കാർ വിശദീകരിക്കുന്നത്. ഇന്നലെ വൈകിട്ടാണ് മന്ത്രിസഭാ യോഗത്തിൽ ഇത്തരത്തിൽ ഒരു തീരുമാനമെടുത്ത് ഉത്തരവ് പുറത്തിറക്കിയത്. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഈ 45 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഒരു മഹാകുംഭമേള, അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ സജ്ജമാക്കുക. ഈ 2025 മഹാകുംഭമേള വരാനിരിക്കുന്നു. ഒപ്പം തന്നെ ഇനിയിപ്പോൾ UP-യിൽ 75 ജില്ലകൾക്ക് വരെ 76 ജില്ലകളുണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്തരത്തിലൊരു ഭരണപരമായ അഡ്ജസ്റ്റ്മെന്റ് എന്നാണ് സർക്കാരിൻ്റെ വിശദീകരണം.